ബ്യൂട്ടി ഡിസൈൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തുന്നലിൽ അറിഞ്ഞിരിക്കേണ്ട ചില ടിപ്സും ട്രിക്സുമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിൽ അത് നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഇന്ന് എന്താ മിഷൻ്റെ മേളിൽ ഈ ഗുളികേൻ്റെ പാക്കറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അതായത് ഈ ഗുളികയുടെ പാക്കറ്റ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിൽ വളരെ വലിയൊരു ഉപയോഗമാണ് ഉള്ളത്. എന്താണെന്നറിയാവോ? അതായത് നമ്മുടെ മിഷനിൽ ഈ സൂചിക്ക് പെട്ടെന്ന് സൂചി നമ്മുടെ കയ്യിൽ ഈ അറ്റം പോയി പോകുന്നുണ്ട് എന്ന് വെച്ചോ, ചെറിയതായിട്ട് ഈ ക്രാക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനത്തെ ഗുളിക പാക്കറ്റ് വെച്ചിട്ട് ശരിയാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ഗുളിക പാക്കറ്റ് എടുത്തത് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഗുളിക പാക്കറ്റ് അല്ല നമുക്ക് ആവശ്യമുള്ളത്. ഇങ്ങനത്തെ ഗുളിക പാക്കറ്റ് അല്ല, ഈ ഒരു ടൈപ്പ് ഗുളിക പാക്കറ്റ് ഇല്ലേ, അതായത് ഫോയിൽ പേപ്പർ ടൈപ്പ് ഗുളിക പാക്കറ്റ്, നമുക്കിങ്ങനെ മടങ്ങുന്ന ടൈപ്പ് ഈ ഗുളിക പാക്കറ്റ് വെച്ചിട്ട് നമുക്ക് ആ ഒരു സൂചിൻ്റെ പ്രോബ്ലം ഒരു പരിധി വരെ ശരിയാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ സൂചിയിൽ നൂലുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റി വെക്കാം. ഇങ്ങനെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളികയോ ഉപയോഗിച്ച ശേഷമുള്ള ഗുളികയോ ഇവിടെ പാക്കറ്റോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതായത് സൂചിയിൽ നിന്ന് നൂലെല്ലാം മാറ്റിയതിന് ശേഷം ഒരു 1-2 മിനിറ്റോളം നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതായത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് വഴി നമ്മുടെ സൂചിൻ്റെ, അതായത് ഫോയിൽ പേപ്പറല്ല, അലുമിനിയം ഫോയിലല്ലേ ഇത്, അപ്പോൾ സൂചിൻ്റെ അറ്റം ഷാർപ്പാവും, നല്ലോണം ഷാർപ്പാവും കേട്ടോ. അതായത് ചെറുതായിട്ടൊക്കെ നമുക്ക് പൊട്ടിയിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ മിഷൻ്റെ ആ സൂചിൻ്റെ അറ്റം ഷാർപ്പാവും. അതായത് ഇങ്ങനെ കണ്ട നമ്മളിങ്ങനെ ഒരു 2-3 മിനിറ്റ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സൂചിക്ക് നല്ലോണം ഷാർപ്നെസ് വരും. ഇതിപ്പോൾ നമുക്ക് സൂചിക്ക് അറ്റം പോയിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഇടയ്ക്കൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഷാർപ്നെസ്, നമ്മുടെ സൂചിൻ്റെ ഷാർപ്നെസ് കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നല്ലോണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല, വേറൊരു ടിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫോയിൽ, നമ്മുടെ ഈ ഗുളികേൻ്റെ പാക്കറ്റ്, നമുക്ക് ഗുളികേൻ്റെ പാക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ എല്ലാവർക്കും അലുമിനിയം ഫോയിൽ വീട്ടിൽ ഉണ്ടാവത്തില്ല, അതാണ് ഞാൻ ഈ ഗുളികേൻ്റെ പാക്കറ്റ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്, നമ്മുടെ കത്രികേൻ്റെ മൂർച്ച ചെറുതായിട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ അലുമിനിയം ഫോയിലിൻ്റെ, അതായത് നമ്മുടെ ഈ ഗുളികേൻ്റെ പാക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഏത് ഭാഗത്താണോ നമുക്ക് കട്ട് കുറവ് വരുന്നത് അതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും, അതായത് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ തുണിയിൽ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ഷാർപ്പായിട്ട് കിട്ടും കേട്ടോ. ഇതും അതായത് നല്ല ഷാർപ്നെസ് കുറഞ്ഞ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും നമുക്ക് ജസ്റ്റൊക്കെ നമുക്ക് ഒരു പൊടിക്കൈ എന്നുള്ള രീതിയിൽ നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനിയുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്, അതായത് നമുക്കിപ്പോൾ ജീൻസിൻ്റെ പോലുള്ള കട്ടിയുള്ള ഡ്രസ്സുകൾ നമ്മുടെ സാധാരണ മെഷീനിൽ എല്ലാവർക്കും അറിയായിരിക്കും തുന്നാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അതായത് കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ തുന്നുമ്പോൾ ചില മെഷീനിലെങ്കിലും നൂല് പൊട്ടിപ്പോവുക, സൂചി പൊട്ടിപ്പോവുക, അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പരിഹാരവുമായിട്ടാണ് അടുത്ത ഒരു ട്രിപ്പുമായി എത്തിയിരിക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സോപ്പ്. ഇതൊരു സോപ്പിൻ്റെ കഷ്ണമാണ്. ഈ സോപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നനഞ്ഞ സോപ്പ് ഉപയോഗിക്കാണ്ടിരിക്കുക കേട്ടോ, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സോപ്പ് എടുക്കുക. എനിക്കിപ്പോൾ ഇവിടെ ഇത്തിരി ടൈറ്റ് ആക്കാനാണ് ഞാൻ ഈ ഒരു വരച്ചിരിക്കുന്ന ഈ പോർഷനിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് എവിടെയാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ ഭാഗത്ത് നമ്മൾ സോപ്പ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് തൂത്ത് കൊടുക്കാം. അതുപോലെ ബാക്കിലും ആ ഒരു ഭാഗത്ത് ബാക്കിലും നമ്മൾ അതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ സൂചീൻ്റെ ഭാഗത്തും ഒന്ന് സോപ്പ് ആക്കി കൊടുക്കുക. ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു തരാം. നമ്മുടെ സോപ്പിൻ്റെ ഉള്ളത് കൊണ്ട് നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ഇതിൽ കൂടെ മെഷീനിൽ ഇറങ്ങിപ്പോവുകയും കണ്ടോ, നല്ല സ്മൂത്തായിട്ട് തന്നെ വരുന്നുണ്ട്, ഒരു പ്രോബ്ലവും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, വളരെ ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ നമുക്ക് ഈ സോപ്പ് വെച്ചിട്ട് ചെയ്യുന്നത് കട്ടിയുള്ള ഭാഗത്ത് തുന്നുമ്പോൾ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്
ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ബിഗിനേഴ്സിന് ഏറ്റവും പ്രശ്നം വരുന്ന, ബിഗിനേഴ്സിന് മാത്രമല്ല എല്ലാവർക്കും പ്രശ്നം വരുന്ന ഒരു കാര്യമാണ്, നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ അടുത്ത് നമ്മളൊരു ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് അടുത്ത് നമ്മൾ വേഗം തുന്നാൻ പോകുന്ന സമയത്ത് സൂചിയിൽ നിന്ന് നൂല് വിട്ടു പോവുക. ഇത് എപ്പോഴും എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ്. ബിഗിനേഴ്സിന് പ്രത്യേകിച്ച് പെട്ടെന്ന് അവർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഒരു കാര്യമായിരിക്കും. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ ഭാഗയില്ലേ, ഈ ഒരു പോർഷൻ ഇതെപ്പോഴും പൊങ്ങി വെക്കുക. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കുറച്ച് ഇങ്ങനെ നൂലിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ ഇതെപ്പോഴും പൊങ്ങി നിൽക്കുന്ന രീതിക്ക് തന്നെ നമ്മൾ സൂചി നിർത്താൻ നോക്കുക. അതായത് ഇതിങ്ങനെ താഴ്ന്ന് നിൽക്കുമ്പോഴാണ് അടുത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് വേഗം നമ്മുടെ നൂല് ഇതിൽ നിന്ന് വിട്ടുപോകുന്നത്. ഇതിങ്ങനെ പൊങ്ങി തന്നെ എപ്പോഴും ഇരിക്കുന്നത് നമ്മളെപ്പോഴും ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചാൽ മതിയാവും. പൊങ്ങി നിൽക്കുന്ന രീതിക്ക് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നൂല് അതിൽ നിന്ന് വിട്ടുപോകില്ല. അപ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ സൂചിയിൽ എത്ര ചെറിയ നൂലാണെങ്കിൽ പോലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നൂല് അതിൽ നിന്ന് വിട്ടുപോകില്ല. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ചുരിദാർ തുന്നുന്ന സമയത്ത് ബിഗിനേഴ്സ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് സ്ലിറ്റ് കറക്റ്റ് ആവാണ്ട് വരിക. അപ്പോൾ ആ സ്ലിറ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനൊരു ചെറിയ അളവിന് ഒരു ചുരിദാറിൻ്റെ മോഡലിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളെപ്പോഴും സ്ലിറ്റിൻ്റെ പോർഷനിൽ ഗ്യാപ്പ് വരേണ്ടത് 1 ഇഞ്ചാണ്. 1 ഇഞ്ച് വന്നാൽ ആ കറക്റ്റ് നമ്മുടെ ആ ഒരു വീതിയിൽ സ്ലിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ 1 ഇഞ്ചാണ് നമ്മളിവിടെ എടുക്കുന്നതെങ്കിൽ താഴോട്ടുള്ള അളവുകളും ഈ 1 ഇഞ്ച് തന്നെ നമ്മൾ താഴേക്കെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചെറിയ അളവിനായതുകൊണ്ടാണ് ഇത്രയും വന്നത്. എത്രയാണോ നമുക്ക് ചുരിദാറിന് ലെങ്ത് ഉള്ളത് അത്രയും വരെയും ആ 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മിഷനിൽ സ്റ്റിച്ച് വലുതാക്കുന്ന ആ ഭാഗത്തിൽ ഏറ്റവും ലോങ് ആയിട്ടുള്ള സ്റ്റിച്ച് ഇടുക. സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ ചോക്ക് വെച്ചിട്ട് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അത് ഫുള്ളായിട്ട് താഴെ വരെയും നമ്മുടെ സ്ലിറ്റ് ജോയിൻ ചെയ്യേണ്ട ആ ഭാഗം വരെയും ഫുള്ളായിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ലോങ് സ്റ്റിച്ച് വെച്ചിട്ട് അതിൽ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ലോക്കൊന്നും ഇടേണ്ട ആവശ്യമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് വെറുതെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതിയാവും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ ഇതിങ്ങനെ തിരിച്ച് വെക്കാം. അപ്പോൾ ഇനി ഇത് തിരിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്താണ് നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ പോർഷൻ മടക്കേണ്ടതും എല്ലാം. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ ആ ഒരു സ്ലിറ്റിൻ്റെ പോർഷൻ ഇല്ലേ, ഈ സ്ലിറ്റിൻ്റെ പോർഷൻ ഒന്ന് ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം കട്ട് ചെയ്ത പോർഷൻ നമുക്ക് അറിയായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കിയിട്ട് മേളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ അടിയിൽ തീരെ ഒരു തുണിയും കയറാത്ത രീതിക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കറക്റ്റ് പിടിച്ച് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമ്മുടെ സ്ലിറ്റ് മാർക്ക് ചെയ്ത അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മേളിലേക്ക് സ്റ്റിച്ച് കൊടുക്കുക. 1/2 ഇഞ്ച് കയറ്റി സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം തിരിച്ചിങ്ങോട്ട് വെച്ചിട്ട് ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ചുളിവുകളും വളവുകളും ഒക്കെ വരുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിലൂടെ ആ ഒരു സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു വളവും ഒന്നും വരത്തില്ല. കറക്റ്റിന് തന്നെ ഒരേ ഷേപ്പിന്, അതായത് ഇവിടുത്തെ അതേ അകലം തന്നെ നമുക്ക് ഇവിടെയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ഒരേ അകലത്തിന് തന്നെ ഒരു മാറ്റവും ഇല്ലാണ്ട് നമ്മൾ നടുവിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്തതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റി. അതിനുശേഷം നമ്മുടെ ഈ സ്വീയിങ് റിപ്പർ വെച്ചിട്ട് ഇവിടെ ഒന്ന് സ്ലിറ്റ് ഈ പോർഷൻ അഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് കൈകൊണ്ട് തന്നെ വലിച്ചെടുക്കാം. ലോങ് സ്റ്റിച്ച് ഇട്ടത് കൊണ്ട് കൈകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വലിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് എല്ലായിടത്തും ഒരേ അളവ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും. സ്ലിറ്റ് എല്ലാവർക്കും ഒറ്റ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുന്നതിലൂടെ തന്നെ കറക്റ്റായിട്ടും കിട്ടും. ബിഗിനേഴ്സിന് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പ് തന്നെ ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അരികത്തൂടെ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പത്തിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് തന്നെ ആയിരിക്കും കേട്ടോ ഇത്.
അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലൗസിനും അല്ലാതെ റൗണ്ട് നെക്കിനൊക്കെ പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഇപ്പോൾ ബ്ലൗസും അല്ലാത്ത തുണികളൊക്കെ തുന്നുന്ന സമയത്ത് നമുക്ക് ക്രോസ് പീസായിരിക്കും കഴുത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് അല്ലേ. പക്ഷേ നമുക്ക് ചില തുണികളിൽ ക്രോസ് പീസ് കിട്ടത്തില്ല. നമ്മൾ ചെറിയ ചെറിയ കഷ്ണം പീസുകൾ ക്രോസായിട്ടൊക്കെ കട്ട് ചെയ്ത് ജോയിൻ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ അതിനേക്കാളും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പുണ്ട്. അതായത് സ്ട്രെയിറ്റ് പീസ് വെച്ചിട്ട് നമുക്ക് ഈ റൗണ്ട് നെക്ക് തുന്നിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് അടുത്ത ടിപ്പിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ഇഞ്ച് വീതിയിൽ കുറച്ച് സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സൈഡ് ഒരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസിൽ അരികത്തൂടെ ഒന്ന് വെറുതെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത ഇപ്പുറത്തെ സൈഡ് വെറുതെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം. ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കൈ വെച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുക. അതായത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിങ്ങനെ ചുരുങ്ങി നിൽക്കണം. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം കണ്ടില്ല, നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ ഇതിങ്ങനെ വളഞ്ഞ് കിട്ടും കേട്ടോ. നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്കിതിങ്ങനെ കിട്ടും. അതിന് ശേഷം നമ്മൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബ്ലൗസിലേക്ക് നല്ല വശം വെച്ചിട്ട് ഇതിങ്ങനെ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അധികം വലിച്ചു പിടിക്കണ്ട കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. അതിന് ശേഷം നമ്മൾ ആ നെക്കിൻ്റെ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു റൗണ്ടായിട്ടിരിക്കുന്ന പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ എല്ലാ ഭാഗത്തും കട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അത് തിരിച്ച് വെച്ചിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ ആ പീസിലേക്ക് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം തിരിച്ച് വെച്ചിട്ട് ഒരു മടക്ക് കൂടെ മടക്കി ഒന്നേ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു പ്രശ്നമില്ല. ക്രോസ് പീസ് വെച്ച് ചെയ്തതുപോലെ തന്നെ അത്രയും ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഒന്നുകൂടെ നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ടിപ്സും ട്രിക്സും ഒക്കെ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്